പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യവും അതിപരിശുദ്ധവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാല ഫെയർ ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ ഷോർട്ട് മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും ആശ്വാസവുമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലത്തെ ചിന്ത ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന വചനത്തെ ആധാരമാക്കിയാണ് ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന വചനത്തെ ആസ്പദമാക്കി വായിക്കുമ്പോൾ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ഒന്നുകൂടി വായിക്കുന്നു: യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ഇപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, വിശ്വസിക്കുക മാത്രം ചെയ്താൽ, ഭയപ്പെടാതെ വിശ്വസിക്കുക മാത്രം ചെയ്താൽ അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകും എന്ന് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ചരിത്രം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പള്ളിപ്രമാണിയായിരിക്കുന്ന ഒരു യായിറോസിൻ്റെ 12 വയസ്സ് മാത്രം പ്രായമുള്ള മകൾ മരിപ്പാറായി അത്യാസന്ന നിലയിൽ കിടക്കുന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശുവിൻ്റെ അടുക്കൽ യായിറോസ്, പള്ളിപ്രമാണിയായിരിക്കുന്ന യായിറോസ് കടന്നു വന്നിട്ട് പറഞ്ഞു: നീ എൻ്റെ ഭവനത്തിൽ കടന്നു വരുവാനിടയായി തീരണം, എൻ്റെ മകള് മരിപ്പാറായിരിക്കുകയാണ് എന്ന് പറഞ്ഞ് യേശുവിൻ്റെ കരം പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്ന യാത്രാവേളകളിൽ അധ്യായത്തിൽ പലവിധമാകുന്ന പ്രതിസന്ധികൾ നമുക്ക് മുന്നമേ കാണാൻ കഴിയുന്നുണ്ട്. യായിറോസ് തൻ്റെ വിഷമസ്ഥിതി യേശുക്രിസ്തുവിനോട് പറഞ്ഞ് ഭവനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വഴിയരികിൽ ചില വിടുതലുകളെ നടത്തുന്ന അനുഭവങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 25-ാം അധ്യായ വാക്യത്തിൽ കാണാൻ കഴിയുന്നു: 12 വർഷക്കാലം രക്തസ്രാവക്കാരിയായിരുന്ന ഒരു സ്ത്രീയെ സൗഖ്യമാക്കി മടങ്ങി വരുമ്പോഴേക്കും, അവിടെ 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ആമി ഗുരുവിനെ ഇനി അസൗഖ്യപ്പെടുത്തേണ്ട എന്ന് പറയുമ്പോഴാണ് കർത്താവ് പറയുന്നത്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവിടെ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. എന്നാൽ അവിടെ ഒരു ആത്മീയ ദൂത് ഞാൻ വെളിപ്പെടുത്താം. ഇതുവരെ യായിറോസ് യേശുക്രിസ്തുവിൻ്റെ കരത്തിലാണ് പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതെങ്കിൽ, എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ യേശു യായിറോസിൻ്റെ കയ്യിൽ പിടിക്കാൻ തുടങ്ങി. യായിറോസിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറയാണ്: ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മരിച്ച എന്ന് പറയുന്ന വിഷയത്തിൻ്റെ നടുവിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുവാനിടയായി തീരും. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട്, സഹോദരങ്ങളോട് ദൈവാത്മാവിൽ എനിക്ക് ദൂത് വെളിപ്പെടുത്തുവാനുള്ളതാണ്. നിന്നെ നോക്കി മരിച്ചുപോയി, അല്ലെങ്കിൽ വിഷയങ്ങൾക്ക് വിടുതലുണ്ടാകില്ല, വിഷയങ്ങൾ മരിച്ചുപോയി, ഇനി നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് പലരും നിന്നെ നോക്കി പറയുമ്പോൾ, നിന്റെ വിഷയത്തിന് ഒരിക്കലും വിടുതലുണ്ടാകില്ല എന്ന് നിന്നെ നോക്കി പറയുമ്പോൾ, സർവശക്തനായ ദൈവം നിന്റെ കരത്തിൽ പിടിച്ചിട്ട് പറയുന്നു: ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ നിന്റെ വിഷയത്തിന് ദൈവാത്മാവ് പ്രവർത്തിക്കുവാനിടയായി തീരും. യായിറോസിൻ്റെ കരം പിടിച്ച് യേശു യായിറോസിൻ്റെ ഭവനത്തിൽ കടന്നു ചെന്നു. അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ആമേ തൻ്റെ മകളെ ദൈവാത്മാവ് ഉയർപ്പിക്കുവാനിടയായി തീർന്നു. ആമേ യേശു യായിറോസിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ 12 സംവത്സരക്കാലമായി ബലഹീനത അനുഭവിക്കുന്ന സ്ത്രീയെ സൗഖ്യമാക്കി മുന്നോട്ട് കടന്നു ചെന്ന യായിറോസിൻ്റെ ജീവിതത്തിൽ പ്രതികൂലം വ്യാപരിക്കുമ്പോൾ യായിറോസിനോട് പറയാ: മകനെ, ഭയപ്പെടേണ്ട, നിന്റെ വിഷയത്തിന് പരിഹാരം നൽകി തരുവാൻ സർവശക്തനായ ദൈവമാണ് നിന്റെ കൂടെയുള്ളത് എന്ന് ദൈവാത്മാവ് ബോധ്യപ്പെടുത്തി തൻ്റെ കരത്തിൽ പിടിച്ച് ദൈവാത്മാവ് യായിറോസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരനുഭവമാണ് കാണുവാൻ കഴിയുന്നത്.
ആമേൻ. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ആമേൻ അവിടെ വായിക്കുന്നത്, ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ നീ തയ്യാറാകുന്നു എങ്കിൽ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. 41-42 വാക്യങ്ങളിലേക്ക് വരുമ്പോഴേക്കും അവിടെ ദൈവാത്മാവിൽ മരിച്ച വിഷയം എന്താണോ അതിനെ ഉയർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് രാത്രികാലം പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ആമേൻ, നമ്മുടെ ജീവിതത്തിലെ വിഷയം എന്താണോ മരിച്ചത്, ഭയപ്പെടാതെ ക്രിസ്തുവിൻ്റെ കരത്തിൽ മുറുകെ പിടിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ മരിച്ച വിഷയം, മരിച്ചു എന്ന് പറയുന്ന വിഷയം, ഇനി ഒരിക്കലും വിടുതൽ ഉണ്ടാകില്ല എന്ന് പറയുന്ന വിഷയം സർവശക്തനായ ദൈവത്താൽ അവിടുന്ന് വിടുതൽ നൽകി തരുവാനിടയായി തീരും. ആ സർവശക്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രത്യാശയിൽ മുന്നോട്ട് പോകാം. ചിന്തകളാൽ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.